സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ പൊതുവെ ഉണ്ടാക്കുന്ന മിസ്റ്റേക്കുകളെ പറ്റിയാണ്. അതായത് ഞാനിവിടെ ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ഏകദേശം 16 മിസ്റ്റേക്കുകൾ, നമ്മൾ സംസാരത്തിലും എഴുതുമ്പോഴൊക്കെ ഉണ്ടാക്കുന്ന 16 തെറ്റുകളെ പറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ചാപ്റ്റർ നമ്മുടെ 159ാമത്തെ ചാപ്റ്ററാണ്. പക്ഷേ നിങ്ങൾ ഇതുവരെ ഇതിന് മുമ്പുള്ള ചാപ്റ്ററുകൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മിസ്റ്റേക്ക് ഉണ്ടാക്കും. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഈ മിസ്റ്റേക്കുകളെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ പഴയ ചാപ്റ്ററുകൾ 158 ചാപ്റ്റർ നിങ്ങൾ കാണേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് അന്നേരം തന്നെ ലഭിക്കുന്നതാണ്. അപ്പോഴേ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ആദ്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് എവ്രി വൺ അല്ലെങ്കിൽ എവ്രിബഡി വെർ ലേറ്റ് ഫോർ ദ പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും ലേറ്റ് ആയിരുന്നു പാർട്ടിക്ക് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെ എന്താണ് തെറ്റ്? ഈ സെൻറ്റൻസ് ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് ഇവിടെ എവ്രി വൺ എന്ന് കൊടുത്തിരിക്കുന്നു. എവ്രി വണ്ണും എവ്രിബഡിയും ഒന്ന് തന്നെയാണ്, അതിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ഇവിടെ എവ്രി വൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൺ വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, എവിടെയെങ്കിലും വൺ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു സിംഗുലറാണ് എന്നുള്ളതാണ്. അപ്പോൾ എവ്രി വൺ എന്താണ്? സിംഗുലറാണ്. എവ്രി വൺ സിംഗുലർ ആയതുകൊണ്ട് പാസ്റ്റ് ടെൻസിൽ സിംഗുലറിൻ്റെ കൂടെ ഏതാണ് ചേർക്കുന്നത്? ഈസിൻ്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? വാസ്. വേറല്ല, വാസ്. സോ എവ്രി വൺ വാസ് ലേറ്റ് ഫോർ ദ പാർട്ടി എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ളത്. എവരിബഡി ആണെങ്കിലും ശരി തന്നെയാണ്, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഐ ആം ബോൺ ഇൻ കേരള. ഐ ആം ബോൺ ഇൻ കേരള, ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ കേരളത്തിലാണ് ജനിച്ചതെന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾ ജനിച്ച് കഴിഞ്ഞല്ലോ. ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ജനിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞൊരു സംഭവമാണ്, ശരിയല്ലേ? അപ്പോഴെന്താണ് വരുന്നത്? കഴിഞ്ഞതായതുകൊണ്ട് ആമിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വരുന്നത്. എന്താണ് വരുന്നത്? ഐ വാസ് ബോൺ ഇൻ കേരള. നിങ്ങൾക്കുണ്ടാകുന്നൊരു സംശയം, ഇവിടെ ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ സെൻറ്റൻസിൽ ഞാൻ പറഞ്ഞത് സിംഗുലറിൻ്റെ കൂടെ, അതായത് എവ്രി വണ്ണിൻ്റെ കൂടെ വാസ് ഉപയോഗിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു ഏതാണ് ഐ നമ്മൾ പ്ലൂറലായിട്ടും ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതേതാണ് എക്സെപ്ഷൻ? വാസ് ആണ് ആ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ വാസിൻ്റെ കൂടെ ഐ വാസ് എന്നാണ് ചേർക്കുന്നത്. ഐയുടെ കൂടെ എന്താണ്? വാസ് ആണ് ചേർക്കുന്നത്. ബാക്കി എല്ലാത്തിൻ്റെയും കൂടെ ഐ എവിടെ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ലുക്ക് ഇറ്റ് റെയിൻസ് ഔട്ട്സൈഡ്. നോക്കൂ, പുറത്ത് മഴ പെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മഴ പെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. മഴ പെയ്തു, ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഏത് ടെൻസ് ആയിരിക്കും? അത് തീർച്ചയായിട്ടും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. സോ എന്താണ് വരുന്നത്? ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. ഇനിയിപ്പോഴും ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ടെൻസ് നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? മറന്നേക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് ടെൻസാണ് അങ്ങനെയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അത് ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് വരും. പക്ഷേ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം എൻ്റെ ടെൻസിനെ സംബന്ധിച്ചിട്ടുള്ള പാഠങ്ങൾ ഒരു 50 തവണയിലും കണ്ടാലേ നിങ്ങളുടെ മിനിമം പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് കാണുക, മനഃപ്പാഠമാക്കുക. അതിനുശേഷം അതിനെപ്പറ്റി മറന്ന് കളയുക. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും ഗ്രാമർ ഓർക്കണ്ട. ഗ്രാമറിന് ഞാൻ വളരെ കുറച്ച് ഗ്രാമർ പഠിച്ചിട്ടുള്ളൂ, ഓർക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക. ഐ ഹാവ് മെറ്റ് ഹിം യെസ്റ്റർഡേ. ഐ ഹാവ് മെറ്റ് ഹിം യെസ്റ്റർഡേ. ഇവിടെ മീറ്റിൻ്റെ V3 ആണ് മെറ്റ്, V2 മെറ്റ് തന്നെയാണ്. ഐ ഹാവ് മെറ്റ് ഹിം യെസ്റ്റർഡേ. എന്താണ് ഇവിടെ തെറ്റ്? നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഏത് ടെൻസ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അതായത് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3. ഐയുടെ കൂടെ എപ്പോഴും ഹാവ് ആണ്, നമ്മൾ പഠിച്ചതാണ്. ഐ ഹാവ് മെറ്റ് ഹിം യെസ്റ്റർഡേ. പക്ഷേ ഇവിടെ ഒരു തെറ്റുണ്ട്. എന്താണ് തെറ്റ്? ഇവിടെ സമയം ഉണ്ടെങ്കിൽ ഏത് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്? കഴിഞ്ഞു പോയ കാര്യം സമയമുണ്ട്. ഏത് ടെൻസാണ്? കറക്റ്റ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അന്നേരം എന്ത് വരും? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഹാവ് ഹാസ് ഒന്നും വരത്തില്ല. എന്ത് വരും? ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ.
ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. ഇനി അതല്ല, സമയം ഇത് നമുക്ക് വേറെ രീതിയിൽ ഇത് കൃത്യമാക്കാൻ പറ്റും. ഐ ഹാവ് മെറ്റ് ഹിം എന്ന് പറഞ്ഞാൽ സമയം പറയാതെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, കറക്റ്റാണ്. ഇനി അടുത്ത് ഐ ഹാവിൻറ്റ് മെറ്റ് ഹിം യെസ്റ്റർഡേ. സെയിം തന്നെയാണ്, ഹാവ് നോട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് ടെൻസായിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്? ഇത് തെറ്റാണ്. എന്താണ് കാരണം? ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, തെറ്റാണ്. എന്താണ് വരേണ്ടത് ഇവിടെ? ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ പഠിച്ചതാണ് ഇല്ല എന്നെങ്ങനെയാണ് പറയുന്നത്? ഡിഡിൻറ്റ് പ്ലസ് V1. അപ്പോൾ എങ്ങനെയാണ്? ഐ ഡിഡിൻറ്റ് മീറ്റ് ഹിം യെസ്റ്റർഡേ. ഇനിയിപ്പോൾ ഇവിടെ യെസ്റ്റർഡേ ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സെൻറ്റൻസ് നമുക്ക് കറക്റ്റ് ആക്കാവുന്നതാണ്. എന്ത് ചെയ്താൽ മതി? ആ യെസ്റ്റർഡേ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ എന്താവും? ഐ ഹാവിൻറ്റ് മെറ്റ് ഹിം എന്ന് പറഞ്ഞാൽ മതി. വേർ ഈസ് എ റെയിൽവേ സ്റ്റേഷൻ? നമ്മൾ എ ആൻഡ് ദ പഠിച്ചതാണ്. അതിൻ്റെ അകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എയ്ക്ക് 2 അർത്ഥമാണുള്ളത്. ഒന്ന് എന്താണ്? ഒന്ന് എന്നുള്ളൊരർത്ഥം, അതല്ലാതെ വേറൊരർത്ഥം കൊണ്ട് ഏതെങ്കിലും എന്നൊരർത്ഥമുണ്ട്. നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞതാണ്, ഒരുപാട് മുമ്പ് പഠിച്ചതാണ്. ഏതെങ്കിലും എന്നൊരർത്ഥമുണ്ട്. വേർ ഈസ് എ റെയിൽവേ സ്റ്റേഷൻ? എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ? അത് ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനാകാം. പക്ഷേ നമുക്ക് വേണ്ടത് ഒരു പർട്ടിക്കുലർ റെയിൽവേ സ്റ്റേഷനാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു 3 റെയിൽവേ സ്റ്റേഷൻ്റെ നടുവിലായിട്ടുള്ളൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. വേർ ഈസ് എ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു റെയിൽവേ സ്റ്റേഷൻ നിങ്ങളെ കാണിക്കും. പക്ഷേ നിങ്ങളൊരു പർട്ടിക്കുലർ റെയിൽവേ സ്റ്റേഷനാണ്. അത് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഇന്ന സ്ഥലത്തേക്ക്, എനിക്ക് ബോംബെക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് കോട്ടയത്തേക്കാണ് പോകേണ്ടത്. ഇപ്പം നിങ്ങൾ ചങ്ങനാശ്ശേരി എന്നിട്ട് പറയാം എനിക്ക് കോട്ടയത്തേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ചോദിക്കണം വേർ ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ അത് ഉറപ്പായിട്ടും ആ കോട്ടയത്തേക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കോട്ടയത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതാണ് കൃത്യമായിട്ടുള്ളത്? എ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എന്നുള്ളതാണ് അർത്ഥം. നിങ്ങളതൊന്ന് പോയി പഠിക്കുക. അപ്പോൾ വേർ ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ, തീർച്ചയായിട്ടും അത് നിങ്ങൾ ശ്രദ്ധിക്കുക. വേർ ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ. ഇറ്റ് ഓഫൺ റെയിനിങ് ഹിയർ. ഇനി 2 ആയിട്ട് ഇതിനെ പറയാൻ പറ്റും. ഓഫൺ എന്നും പറയാം, ഓഫ്റ്റൺ എന്നും പറയാവുന്നതാണ്. ഇറ്റ് ഓഫ്റ്റൺ റെയിനിങ് ഹിയർ, അല്ലെങ്കിൽ ഇറ്റ് ഓഫൺ റെയിനിങ് ഹിയർ. ഇത് രണ്ടും ശരിയാണ്. ഏതാണ് ശരി? ഞാൻ ആ ഓഫണെ പറ്റിയാണ് ശരിയാണെന്ന് പറഞ്ഞത്, പക്ഷേ സെൻറ്റൻസ് തെറ്റാണ്. എന്തുകൊണ്ടാണ് ഈ സെൻറ്റൻസ് തെറ്റ്? നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഏത് ടെൻസായിട്ടാണ് വന്നിരിക്കുന്നത്? ഓഫൺ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും എന്നാണ് എൻ്റെ അർത്ഥം. മിക്കപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഏത് ടെൻസായിട്ടാണ് വരുന്നത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിട്ട് വരുമ്പോൾ ഇറ്റ് ഓഫൺ എന്ത് വരും? ഇറ്റ് വന്നതുകൊണ്ട് എന്ത് വരും? റെയിൻസ് എന്നാണ് വരുന്നത്. കൃത്യമാണ്. അപ്പോഴെങ്ങനെ വരും? ഇറ്റ് ഓഫൺ റെയിൻസ് ഹിയർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ഇനി നിങ്ങൾ സംസാര ഭാഷയിൽ ഇറ്റ് ഓഫൺ റെയിനിങ് ഹിയർ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് പൂർണ്ണമായിട്ടും ശരിയല്ല. ഇനി മൈ ബ്രദർ ഹാസ് 15 years old. അതായത് എൻ്റെ സഹോദരന് 15 വയസ്സുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഹാസ് അല്ല വരേണ്ടത്. ഇതാണ് മൈ ബ്രദർ ഈസ് 15 years old എന്നാണ് വരേണ്ടത്. ഇനി മൈ സിസ്റ്റർ ഈസ് 15 years old. ഇനിയിപ്പം ഞാനും എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ഞങ്ങൾക്ക് 2 പേർക്കും 15 years, വി ആർ 15 years old എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഐ ക്യാൻ ടു ഡ്രൈവ് അല്ലേ? എന്തോ ഒരു പ്രശ്നം തോന്നില്ല. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അവിടെ എന്തിനാണ് ടു? ആവശ്യമില്ല, നമ്മൾ ടു ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഐ ക്യാൻ ഡ്രൈവ്, എനിക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ഐ ഹാവ് ടു സീ ദ ഡെന്റിസ്റ്റ് യെസ്റ്റർഡേ. ഓക്കെ, ഹാവ് ടു എന്ന് പറഞ്ഞാൽ മസ്റ്റ്, നിർബന്ധമായിട്ടും എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഡെന്റിസ്റ്റിനെ നിർബന്ധമായിട്ടും കാണേണ്ടതായിരുന്നു ഇന്നലെ എന്നാണ് പറഞ്ഞത്. അപ്പം കഴിഞ്ഞ പോയൊരു കാര്യമാണ്. ഹാവ് ടുവിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഹാഡ് ടു. നിങ്ങൾ ഹാഡിനെ സെപ്പറേറ്റ് ആയിട്ടല്ല, ഹി ഹാഡ് ടു എന്നുള്ള ഒന്നിച്ചാണ് വരുന്നത്. അപ്പോൾ ഐ ഹാഡ് ടു സീ ദ ഡെന്റിസ്റ്റ് യെസ്റ്റർഡേ. ഇനിയിപ്പോൾ ടുവിന് ശേഷം എപ്പോഴും എന്താണ് ഞാൻ പറഞ്ഞായിരുന്നു? അതിൻ്റെ ബേസ് ഫോമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐ ഹാഡ് ടു സീ ദ ഡെന്റിസ്റ്റ് യെസ്റ്റർഡേ എന്നാണ് വരുന്നത്. ഇപ്പോൾ ഹാഡ് ടു നമ്മൾ പഠിച്ചതാണ്, ശ്രദ്ധിക്കുക. അതൊന്ന് പോയി നിങ്ങൾ ഒന്ന് പഠിച്ച് നോക്കുക. അപ്പോൾ ഐ ഹാഡ് ടു സീ ദ ഡെന്റിസ്റ്റ് യെസ്റ്റർഡേ, അല്ലെങ്കിൽ ഐ ഹാഡ് ടു മീറ്റ് ദ ഡെന്റിസ്റ്റ് യെസ്റ്റർഡേ. എനിക്ക് കാണേണ്ടതായിരുന്നു എന്നുള്ളതാണ് അർത്ഥം. നിർബന്ധമായിട്ടുള്ള കേസാണ്. വേർ ഐ ക്യാൻ ബൈ സ്വീറ്റ്സ്. എനിക്ക് എവിടെ നിന്നും മുട്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ് ആയിരിക്കാം വാങ്ങിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്.
ഇനി ഈ സെൻറ്റൻസിന് വലിയ തെറ്റൊന്നുമില്ല, അതായത് ഏകദേശം ഒരു 80% ശരിയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആ ക്യാൻ എടുത്ത് ഫ്രണ്ടിലോട്ട് ഇടുക. ക്വസ്റ്റ്യൻ മേക്കിംഗ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ വേർ ക്യാൻ ഐ ബൈ സ്വീറ്റ്സ് എന്നാണ് കൃത്യമായിട്ടുള്ളത്. മൈ ഫാദർ ഈസ് ഫോട്ടോഗ്രാഫർ. അപ്പോൾ എൻ്റെ അച്ഛൻ ഒരു ഫോട്ടോഗ്രാഫറാണ്, അല്ലേ? എൻ്റെ അച്ഛൻ ഒരു ഫോട്ടോഗ്രാഫറാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു എന്നുള്ളതിന് പിന്നെ എന്താണ് പറയുന്നത്, എ എന്ന് കൂട്ടിച്ചേർക്കേണ്ടത്. മൈ ഫാദർ ഈസ് എ ഫോട്ടോഗ്രാഫർ എന്നാണ് കൃത്യമായിട്ടുള്ളത്. ദ പീപ്പിൾ ഇൻ മൈ സ്റ്റേറ്റ് ഈസ് വെരി ഫ്രണ്ട്ലി. എൻ്റെ സംസ്ഥാനത്തുള്ള ആളുകളൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്, നന്നായിട്ട് സഹകരിക്കുന്നവരാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേഴ്സൺ എന്നുള്ളതിൻ്റെ പ്ലൂറലാണ് എന്ത്, പീപ്പിൾ. അപ്പോൾ പീപ്പിൾ പ്ലൂറലായിട്ട് വരുമ്പോൾ എന്താണ് വരുന്നത്, ആറാണ് വരുന്നത്. ദ പീപ്പിൾ ഇൻ മൈ സ്റ്റേറ്റ് ആർ വെരി ഫ്രണ്ട്ലി. മൈ സൺ നെവർ ലിസൺ ടു മീ. എൻ്റെ മകൻ ഒരിക്കലും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാറില്ല. മൈ സൺ നെവർ ലിസൺ ടു മീ. ഇനി ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾക്ക് എത്ര സൺ ഉണ്ടെന്നാണ്, എത്ര പുത്രനുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണമേ ഉള്ളെന്നുണ്ടെങ്കിൽ അത് സിംഗുലറാണ്. പിന്നെ എപ്പോഴുള്ള കാര്യം നെവർ, ഒരിക്കലും അവൻ കേൾക്കാറില്ല. അപ്പോഴെന്താണ്, മൈ സൺ നെവർ ലിസൺസ് ടു മീ എന്നുള്ളതാണ് കറക്റ്റ്. ഇനി വേറൊരു രീതിയിൽ നമുക്കിത് പറയാൻ വേണ്ടി പറ്റും. ആ നെവർ എന്നുള്ളത് എടുത്ത് മാറ്റിയിട്ട് എന്ത് പറയാൻ പറ്റും, മൈ സൺ ഡസൻറ്റ് ലിസൺ ടു മീ എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും. പക്ഷേ നെവറാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ഒരിക്കലും ഇല്ല എന്നുള്ളത്. മറ്റതും ശരി തന്നെയാണ്, പക്ഷേ സാധാരണ സംസാര ഭാഷയിൽ നമ്മൾ നെവർ എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത് പറഞ്ഞു കൃത്യമാണ്, മൈ സൺ ഡസൻറ്റ് ലിസൺ ടു മീ. ഓക്കെ. ഐ ഡോണ്ട് ലൈക്ക് ദ യെസ്റ്റർഡേയ്സ് മൂവി. അതായത് ഇന്നലെ കണ്ട സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലത്തെ കാര്യമാണ്, അതുകൊണ്ട് എന്താണ് യെസ്റ്റർഡേയ്സ് അപ്പോസ്ട്രോഫിയുടെ ഇന്നലത്തേത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ, ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോഴെന്താണ്, ഐ ഡിഡിൻറ്റ് ലൈക്ക് ദ യെസ്റ്റർഡേയ്സ് മൂവി. ഐ ഡിഡിൻറ്റ് ആണ് വന്നത്, കാരണം കഴിഞ്ഞു പോയ കാര്യത്തിന് ഇല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് ഉപയോഗിക്കേണ്ടത്, ഡിഡിൻറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഒരു അപേക്ഷയാണിത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അൺലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.